Okay. Do you remember what we studied in the last class? What did we study in yesterday's class? What did we study in the last class? We are studying about how we can make any one thing. Means നമുക്ക് ഒരു വസ്തുവിനെ തന്നെ പല ടൈപ്പിൽ എങ്ങനെ ഉണ്ടാക്കാം. Okay. Did you post that chart? എത്ര പേര് അത് എഴുതിയിട്ട് ചാർട്ട് അയച്ചു? എനിക്ക് ഇന്നലെ ഒറ്റ ഒരാളാണ് ആ ചാർട്ട് ഇട്ട് തന്നത് ഫ്രം 6th സ്റ്റാൻഡേർഡ്. നിങ്ങൾ എല്ലാവരെ കൊണ്ട് ഞാൻ 100 തവണ എഴുതിപ്പിക്കാൻ പോവുകയാണ്. ഏത് ടേബിൾ പേജ് നമ്പർ 35 ഫസ്റ്റ് ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിടാൻ പറഞ്ഞവർ ആരോ ഒരാൾ ഇന്നലെ എനിക്ക് ക്ലാസ് കഴിഞ്ഞ പാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ആരും ഇട്ടിട്ടില്ല. ഇതിൽ പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? Page number 35, take first table. I told you to complete it and post it. Okay. I think Sri Vishnu ആണ് ഇന്നലെ അയച്ചയാള്. ഒരാൾ ഇന്നലെ എനിക്ക് അയച്ചു തന്നു, ക്ലാസ് കഴിഞ്ഞ പാടെ അയച്ചിട്ടുണ്ടായിരുന്നു. What about the other students? Giovanna, did you post that? പോസ്റ്റ് ചെയ്തില്ല. Mute. Okay. Justice, what about you or not? ഇല്ല, ഞാൻ എഴുതില്ല. Jiva, what about you? Jiva stop. Jiva പോയി. ആതിര, ഏതാ ടേബിൾ 4.2 ആണോ? 4.2. ഇന്നലെ ഞാൻ പറഞ്ഞു 4.1 നിങ്ങൾ അയക്കാത്തത് കൊണ്ട് വഴക്കും പറഞ്ഞിട്ട് 4.2 എന്തായാലും മസ്റ്റായിട്ട് അയച്ചിരിക്കണം എന്ന് പറഞ്ഞതാണ് അല്ലേ? ഒറ്റ സ്റ്റുഡന്റ് ആണ് എനിക്ക് 6th സ്റ്റാൻഡേർഡിൽ നിന്ന് ആ നോട്ട് ഇട്ട് തന്നിരിക്കുന്നത്. ഷാനിഫേ, ഞാൻ വൈകുന്നേരം വരുന്ന വഴിക്ക് അവിടെ കയറണോ വീട്ടില്? ഹെവൻ, ബർത്ത്ഡേ ആയതുകൊണ്ട് വഴക്കൊന്നും പറയണ്ട അല്ലേ? ജോയൽ, where is the note? Sri Vishnu അയച്ചു തന്നെയാള്. ഓക്കെ, ശ്രീ വിഷ്ണു അയച്ചായിരുന്നോ? ആരോ ഒരാളുടെ ഉണ്ട്, ഐ ഡോണ്ട് റിമെമ്പർ ഹൂ ഇസ് ദാറ്റ്. ഹരിനന്ദ് സ്റ്റക്കായിരിക്കുവാണോ? ചോദ്യം ചോദിച്ചാൽ പിന്നെ എല്ലാവരും സ്റ്റക്കാണ്. 6th സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ക്യാരക്ടർ ആണത്. ഇഫ് ഐ ആസ്ക് എനി ക്വസ്റ്റ്യൻസ് all are stuck. Hernand is moving, not stuck. Hernand, can you hear me? എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്താ മോനെ പറഞ്ഞ മനസ്സിലായില്ലടാ. Didn't understand anything. Okay. You send the voice afterwards. എനിക്കൊരു വോയിസ് വിട്ടാൽ മതി കേട്ടോ, അമ്മയുടെ ഫോണിലോ അങ്ങനെ വിട്ടാലും മതി. ഓക്കെ, എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല പറഞ്ഞത്. ഓക്കെ, ഞാൻ ഈ മെറ്റീരിയൽസ്, അതായത് ഒരു സാധനം നമ്മൾ പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ടംബ്ലർ ഓൾറെഡി ഇസ് ദേർ. യെസ്റ്റർഡേ വി ഡിസ്കസ്ഡ് ദാറ്റ്. പ്ലേറ്റ്, ചെയർ, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? എന്നിട്ട് അതൊന്ന് നോട്ടിലൊക്കെ ഈ ടെസ്റ്റിന്റെ ആ കോളം ഫില്ല് ചെയ്തിട്ട് ഇടാൻ പറഞ്ഞിട്ട് എഴുതാത്തവരെല്ലാം നാളെ ഒരു 50 തവണ എഴുതിയിട്ട് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇനിയിപ്പോ സാറ് നിങ്ങളെ വിളിക്കും. അതേ ഉള്ളൂ രക്ഷ. ഇവിടെ സ്കൂളിൽ നിങ്ങൾ വരുന്നുണ്ടായിരുന്നെങ്കിൽ then yesterday we studied that all materials, we see different types of materials around us, but they are different in many things, but they are similar in two matter. Two things. What are those two matters? One, they need, all things need, maybe it is liquid or solid or gases, it occupies space. It needs space to occupy. എന്ന് വെച്ചാൽ എല്ലാത്തിനും സ്ഥലം ആവശ്യമാണ്. Next, second point is all things have mass. Means all have weight. Weight ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. രണ്ട് കാര്യങ്ങളാണ് കോമൺ ആയിട്ടുള്ളത് എല്ലാ വസ്തുക്കൾക്കും. ബാക്കിയെല്ലാം ഡിഫറെന്റ് ആയിരിക്കും, സൈസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് two common matters regarding the materials around us are all materials need a space and
all have mass. ഇത് രണ്ടെണ്ണം നമ്മൾ പഠിച്ചത്. എക്സാമ്പിളും പറഞ്ഞു. നിങ്ങളോട് ഞാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. Did you do that experiment? ഗ്യാസിനകത്ത് വെള്ളം കയറാതെ ആ പേപ്പർ നനയ്ക്കാതെ നമ്മൾ ആക്കിയത് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തായിരുന്നോ? ഞാൻ ചെയ്തു സർ. രണ്ടുപേര് ചെയ്തു. ബാക്കിയുള്ളവരെന്ത് ചെയ്ത? ജോലി ചീറ്റിപ്പോയി. ക്ലാസ് ചെരിഞ്ഞു പോയി അല്ലേ? അതെങ്ങനെ ചെയ്യാൻ പറഞ്ഞേ? ക്ലിയർ ആയില്ല. ഹെവൻ ചെയ്തു. പുറത്തേക്ക് പോകും. Okay. When is your today? Do you have computer class? ഇന്ന് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടോ? No. Okay. എന്നാൽ തേഴ്സ്ഡേ മോർണിംഗ് ഞാൻ ഓർക്കുമെന്നുള്ളതാണ് ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത്. അതായത് ടേക്ക് എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. നോ നീഡ് ഫുള്ള്. ആ ഗ്ലാസ് ഫുള്ള് ഇറങ്ങുന്ന അത്രയും ഭാഗത്ത് വെള്ളം വേണം എന്നാണ് അർത്ഥം. Okay, take a bucket filled or half filled or with water, and take a glass also. Glass should be dry. Inside should be dry. മനസ്സിലായ? ഗ്ലാസിന്റെ ഉള്ളിൽ ഉണങ്ങിയിരിക്കണം, നനഞ്ഞതായിരിക്കരുത്. And you have to put some paper inside the glass. ആ ഗ്ലാസിന്റെ ഉള്ളിൽ കുറച്ച് പേപ്പർ ഇടണം. മീൻസ് തിക്ക് ആയിട്ടിരിക്കണം അതിന്റെ ഉള്ളിൽ. നോ നീഡ് ടു കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതായത് ഫുൾ ആയിരിക്കണം എന്നൊന്നുമില്ല. ഒരു കുറച്ച് പേപ്പർ എടുത്ത് ചുരുട്ടി കൂട്ടി എഴുതുന്നത്. So when we turn this or when we bend the glass, paper should not fall down. താഴെ വീഴാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ വെക്കുക. Then we have to just straightly have to put the glass into the water. Dip the glass into the water straightly without turning this side or that side. ഒരു സൈഡിലോട്ട്. ഇപ്പം നമ്മുടെ ജസ്റ്റിസിനെ പറ്റിപ്പോയത് യു മൈറ്റ് ഹാവ് ടേൺ ദ ഗ്ലാസ്. ഗ്ലാസ് ചെരിച്ചു കാണുമായിരിക്കും. അതാണ് നനഞ്ഞു പോയത്. ഗ്ലാസ് ചെരിക്കാൻ പാടില്ല. നേരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെള്ളത്തിലേക്ക് ടപ്പോന്ന് ഇറക്കുക. ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്ലാസിന്റെ എന്നിട്ട് നേരെ താത്തി അടിവശത്ത് ഇറ്റ് ഷുഡ് ടച്ച് ദ ബോട്ടം ഓഫ് ദ ബക്കറ്റ്. ബക്കറ്റിന്റെ ബോട്ടം അറ്റോ അടി വരെ ടച്ച് ചെയ്ത് അമർത്തി പിടിക്കുക ഗ്ലാസ്. സോ നിങ്ങൾ എത്ര മിനിറ്റ് അങ്ങനെ പിടിച്ചെന്നാലും നന്നായിട്ട് അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് പിടിച്ചെന്നാലും ആഫ്റ്റർ വേഴ്സ് അതേപോലെ ഇങ്ങനെ പൊക്കിയെടുക്കുക. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ എത്ര സമയം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ അത്ര സമയം പിടിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ആഫ്റ്റർ വേഴ്സ് ടേക്ക് സ്ട്രേറ്റ്ലി ദാറ്റ് ഗ്ലാസ്. Then you can see that paper is not wet. Paper നനഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. Because what is the reason for that, Adira? Yesterday Adira said the reason. Unmute and say air അതിലുള്ളോണ്ട്. The air contained the glass contained air. ആ ഗ്ലാസിനകത്ത് എയർ ഉണ്ടായിരുന്നു. So ഈ എയർ could not come out. എയറിന് പുറത്തോട്ട് വരാൻ പറ്റിയില്ല. നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇറക്കിയതുകൊണ്ട് എയറിന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. Since air is there in the glass, water could not enter into the glass. അതിന്റെ ഉള്ളിൽ എയർ ഉണ്ടായിരുന്നു. ആ എയറിന് പുറത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? വെള്ളത്തിനുള്ളിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് പേപ്പർ നനഞ്ഞില്ല. പക്ഷെ ഇവിടെ ചെയ്ത ആൾക്ക് ഗ്ലാസ് ചെരിച്ചതുകൊണ്ട് if it turned or bend the glass, what will happen? ഗ്ലാസ് ഒന്ന് ബെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? എയർ കുഡ് ഈസിലി കം ഔട്ട് ആൻഡ് വാട്ടർ കുഡ് ഈസിലി ഗോ ഇൻ ടു ദാറ്റ്. എയറിന് ഈസി ആയിട്ട് പുറത്തു വരാൻ പറ്റും, വെള്ളത്തിന് ഈസി ആയിട്ട് ഉള്ളിൽ കയറാനും പറ്റും. അപ്പം നനയും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ. ഒന്നും ചെയ്യൂല. എഴുതാൻ പറഞ്ഞാൽ എഴുതൂല. എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല. എന്താ ഹരിതന്റെ ചെയ്യാതിരുന്നേ? ഇന്നലെ പറഞ്ഞ മനസ്സിലായില്ലായിരുന്നോ? അന്നെ പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവില്ല. റേഞ്ച് കുറവാന്ന് തോന്നുന്നു അല്ലേ? വാട്ട് അബൌട്ട് യു ഷാനിഫ്? കളിക്കാൻ സമയം കിട്ടിയല്ലോ. എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയ മോനെ? ഇല്ല. ജുവാന, ഡിഡ് യു ഡു ദ എക്സ്പെരിമെന്റ്? ഹെവൻ ചെയ്താ? ഹെവൻ ചെയ്തു. ടെസ്റ്റ് സൈൻ തോന്നുന്നു. എല്ലാം സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണോ? ചെയ്തു. ഓക്കെ. ശ്രീവിഷ്ണു, ഡിഡ് യു ഡു? ശ്രീവിഷ്ണു ചെയ്തായിരുന്നോ? മിസ്സേ ഇപ്പോഴായിരുന്നു റെക്കോർഡ് കേട്ടത്. അന്നത്തെ ക്ലാസ് ഞാൻ കൂടിയില്ലായിരുന്നു. റെക്കോർഡ് ഇല്ല. റെക്കോർഡ് ഇന്നായിരുന്നു കേട്ടത്. ഓക്കെ. ടുഡേ യു ഡു ഇറ്റ്. ഓക്കെ. ഇനി so what is a matter? We have seen all materials occupy space and has mass. All of them are made up of matter. Anything that occupies space and has mass is known as matter. Means things which need
space and which have mass, weight ഉള്ളത്, അതായത് ഭാരമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ള വസ്തു എല്ലാത്തിനും നമ്മൾ മാറ്റർ എന്ന് പറയുന്നു. അത് ഗ്യാസും ആകാം, ലിക്വിഡ് ആകാം, സോളിഡ് ആകാം. ഇനി then what is not a matter? മാറ്റർ എന്ന് പറഞ്ഞാൽ മാറ്റർ അല്ലാത്ത എന്താണ്? അവർ ഫീലിങ്സ്, അല്ലേ? നമ്മുടെ ഫീലിങ്സ്, വോയിസ്, നമ്മുടെ ഫീലിങ്സ്, സാഡ്നെസ്, ഹാപ്പിനെസ്, എക്സ്പ്രഷൻസ്, ഇതെല്ലാം നോ മാറ്റർ. അത് നമുക്കറിയാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയേണ്ടത്, നമുക്കൊരു സ്മെല്ലൊക്കെ വരുവല്ലേ? അപ്പൊ ആ സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല സ്മെല്ലാണെങ്കിൽ ഹായ് എന്ന് പറയും. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് വാട്ട് എ സ്മെൽ എന്ന് പറയും, അല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മുടെ എക്സ്പ്രഷൻസ്, എവറിത്തിങ്, ദാറ്റ് ഈസ് ദോസ് തിങ്സ്. അതിന് ഒരു സ്പേസ് ആവശ്യമില്ല, അതിനൊരു വെയിറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പം അത്തരം സംഭവങ്ങളാണ് നോട്ട് മാറ്റർ. ഓക്കെ, നെക്സ്റ്റ് water is now next, what is matter made up of? Yesterday we were studying that, isn't it? Okay, matter is made up of small very small things that which we cannot see with our eyes and even normal microscope and all, and we need a high power microscope to see those things. Those things are known as atoms. So all things are made up of atoms. ആരാ ഇടയ്ക്ക് ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്യുന്നേ? അൺമ്യൂട്ട് ചെയ്യണ്ട. അതാരാ? ശ്രീവിഷ്ണുവിന്റെ ഫോണിന്റെ പ്രശ്നം തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഓക്കെ. അപ്പം എല്ലാ വസ്തുക്കളും ഒരു ചെറിയ സാധനം, അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, ഹൈ പവർ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രം കാണാൻ പറ്റാവുന്ന ഒരു സാധനം ആണ്. ആ സാധനം ഉപയോഗിച്ചാണ് എല്ലാ മാറ്റേഴ്സ് ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് നോൺ as atoms. So yesterday we studied that an iron pieces atom is known as iron atom, and gold's atom is known as gold atom. But we won't say that atom of water is not known as water atom. Water inde atomine nammal water atom ennu parayilla, because water atom is made up of two things known as hydrogen and oxygen. Two hydrogen atom and one hydrogen atom makes one water atom. നമ്മൾ വാട്ടർ ആറ്റം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം വാട്ടർ ആറ്റത്തിൽ വാട്ടർ മാത്രമായിട്ട് അങ്ങനെയല്ല, രണ്ട് സാധനങ്ങൾ ചേർന്നിട്ടാണ്, രണ്ട് വസ്തുക്കൾ ചേർന്നിട്ടാണ് വാട്ടറിന്റെ ഒരു ആറ്റം ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് ടു ഹൈഡ്രജൻ ആറ്റം ആൻഡ് വൺ ഓക്സിജൻ ആറ്റം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ ഭൂമിയിൽ എന്തുമാത്രം വാട്ടർ ഉണ്ട്, അല്ലേ? ഹൗ മച്ച് വാട്ടർ ഇസ് ദർ? We studied in social studies. I think you might have studied in 3rd standard, I think, or in 4th, 3rd, I think, in social studies. Earth, 3% of earth is made up of water. അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 3rd or 4th എങ്ങാണ്ട് 3% of earth is made up of water and only 1% is made up of land. നിങ്ങൾ പഠിച്ചിട്ടില്ലേ അത്? ഈ ഹോൾ വേൾഡിന്റെ, എല്ലാ വേൾഡിന്റെ അങ്ങോട്ട് മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 3-ല് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 പാർട്ട് ഓഫ് 4ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൽ 3 ഭാഗവും വെള്ളമാണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? കടല്, സീസ്, ഓഷ്യൻസ് ആൻഡ് ഓൾ, ആൻഡ് അതർ വാട്ടേഴ്സ് ലൈക്ക് ലേക്സ്, റിവേഴ്സ് ആൻഡ് ഓൾ. അത്രയും ഭൂമിയെ 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ അതിന് 3 ഭാഗവും വെള്ളമാണ്. ബാക്കി only one portion is land. ഒരു പോർഷൻ മാത്രമേ നമുക്ക് ലാൻഡായിട്ട് മൊത്തം എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുള്ളൂ, ബാക്കി മുഴുവൻ വെള്ളമാണ്, അല്ലെ? യു മൈറ്റ് ഹാവ് സീൻ ഓൺ ഗ്ലോബ്. ഞാൻ തിങ്ക് ഞാൻ ലാസ്റ്റ് 3rd സ്റ്റാൻഡേർഡിലായിരുന്നു, ഞാൻ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച ക്ലാസ്സിൽ ഗ്ലോബ് കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു കൊടുത്താണിത്. അപ്പം നിങ്ങൾ ഗ്ലോബിൽ കണ്ടിട്ടുണ്ട്, ബ്ലൂ കളറാണ്, അല്ലെ? കൂടുതലും 3/4 ഓഫ് എർത്ത് പാർട്ട് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. അത്രയും വെള്ളമാണ്. അപ്പൊ ഈ വെള്ളമൊക്കെ ഹൈഡ്രജനും ഓക്സിജനും വെച്ചുണ്ടാക്കിയതാണ്. മനസ്സിലായോ? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് വി കനോട്ട് ഡ്രിങ്ക് ദാറ്റ് വാട്ടർ ഈവൻ ദോ ദ earth 3/4 of the earth is covered with water. This water is not drinkable, not using to drink, because it's sea water and it is salty. അത് നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല, കാരണം സമുദ്രത്തിലെ വെള്ളമാണ്, കടലിലെ വെള്ളമാണ്. ഓൺലി ലിറ്റിൽ സോഴ്സ്, ആ വെള്ളത്തിന്റെ ഒരു 2% വെച്ച് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഉള്ളൂ. ബാക്കിയെല്ലാം കടൽ, ഓഷനിലെ വെള്ളമാണ്. അത് നമുക്ക് യൂസ്ഫുൾ അല്ല. യൂസ്ഫുൾ മീൻസ് കുടിക്കാനൊന്നും പറ്റുന്നതല്ല, കുടിക്കാനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല, അല്ലേ? ഓക്കെ, നൗ സീ ജസ്റ്റ് ഇമാജിൻ, നമ്മൾക്കുള്ള ഈ ഡ്രിങ്കിങ് വാട്ടർ, വി നോ ഡ്യൂറിങ് സമ്മർ സീസൺ വി ഫേസ് സ്കാർസിറ്റി ഓഫ് വാട്ടർ,
drought is there. വരൾച്ചയുണ്ട് വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ നമുക്കറിയാം ആ കാലാവസ്ഥയിൽ മഴയൊന്നുമില്ല, വേഗം വെള്ളം പറ്റും. വേനൽക്കൊക്കെ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം അന്വേഷിച്ച് നടക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അല്ലേ, കുടിവെള്ള ക്ഷാമയില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് പറയാണ് വി ക്യാൻ മേക്ക് വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂസിങ് 2 hydrogen atom and 1 oxygen atom. വി ക്യാൻ മേക്ക് വാട്ടർ എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ഈ ഓക്സിജനും ഹൈഡ്രജനും ഉപയോഗിച്ച് വെള്ളം ഉണ്ടാക്കിയപ്പോൾ എന്തിനു നമ്മൾ ഈ കഷ്ടപ്പെടുന്നേ? ലോകം മുഴുവനോട് നടക്കേണ്ട കാര്യമുണ്ടോ? പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ അനങ്ങാതിരിക്കുന്നോണ്ട് കുറെ പേര് സ്റ്റക്കാന്ന് തോന്നുന്നു. അശ്വിനൊക്കെ സ്റ്റക്കാണോ മോനെ? അശ്വിൻ കൂട്ടാ, ഓക്കെ. ഞാൻ ചോദിച്ചത് അങ്ങനെയാണ്. സമ്മർ സീസൺ ആകുമ്പോൾ നമുക്ക് സ്കാർസിറ്റി ഓഫ് വാട്ടർ ഉണ്ട്, അതായത് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം പറഞ്ഞു വാട്ടർ ഈസ് മേഡ് അപ്പ് ഓഫ് 2 hydrogen atom 1 oxygen atoms. അങ്ങനെയെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ട്, ഇഷ്ടംപോലെ ഹൈഡ്രജൻ ഉണ്ട്. വൈ കാൻറ്റ് വി മേക്ക് വാട്ടർ വിത്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റം? ആക്കിയ പോരെ? കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? കാശ് കൊടുത്തൊക്കെ നമുക്ക് മേടിക്കുന്നുണ്ടോ? Is it so possible? No, it's not so possible. നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. ഇറ്റ് ഇസ് നോട്ട് സോ പോസിബിൾ. അതായത് നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സി എന്താ ഹരിനന്ദൻ എന്തോ പറയാൻ ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഹരിനന്ദന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണോ എന്താ പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഹരിനന്ദൻ കേൾക്കുന്നുണ്ടോ മോനെ? Anyway, in 19th century, a scientist called John Dalton named it as atom. ആരാണ് ഈ ആറ്റം കണ്ടുപിടിച്ച ആളുടെ പേരെന്താണ്? ആറ്റമിന് പേര് കൊടുത്ത ആളുടെ പേരെന്താണ്? സയന്റിസ്റ്റ് നോൺ ആസ് ജോൺ ഡാൽട്ടൺ. ജോൺ ഡാൽട്ടൺ എന്ന് പറയുന്ന ആളാണ് ആറ്റം എന്ന് പേര് കൊടുത്തത്. ഓക്കെ, അപ്പൊ എന്താണ് നെയിം? Iron, gold, hydrogen and oxygen whose smallest particles are atoms are called elements. ഈ ആറ്റംസ്, ഈ അയൺ, ഗോൾഡ്, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ whose smallest particles are atoms are called elements. Substances such as water which are made up of 2 or more elements are called compounds. ഇനി വേറൊരു കാര്യം കൂടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ അയൺ, ഗോൾഡ്, പിന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതിനെല്ലാം ഓരോ ഒറ്റ തന്മാത്രേ ഉള്ളൂ. ഹൈഡ്രജന്റെ ആണ് ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആണ് ഓക്സിജൻ ആറ്റം. പിന്നെന്താ പറയാ, അയണിന്റെ അയൺ ആറ്റം മാത്രം ചേരുന്നതാണ് അയൺ എന്ന് പറയുന്നത്. പിന്നെ ഗോൾഡ് മാത്രം ചേരുന്നതാണ് ഗോൾഡൻ ആറ്റംസ് എല്ലാം കൂടെ ചേർന്ന് ഗോൾഡ് ആകുന്നത്. പക്ഷെ ഇത്തരം വസ്തുക്കൾക്ക് ഒറ്റ സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റംസ് മാത്രമുള്ളതിനെ പറയുന്ന പേരാണ് എലിമെന്റ്സ്. നെക്സ്റ്റ്, നൗ വാട്ടറിന്റെ കേസ് പറഞ്ഞു. ഇൻ വാട്ടർ ആറ്റം there is not single atom. 2 hydrogen means hydrogen and oxygen atoms join together to make a water, isn't it? അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾക്ക് വാട്ടർ ആറ്റം കിട്ടുന്നത്. അങ്ങനെ 2 ആറ്റംസ്, 2 വ്യത്യസ്ത രീതിയിലുള്ള ആറ്റംസ് ചേർന്നിട്ട് ഉണ്ടാകുന്ന ആറ്റംസിന്, അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട്സ്. സംയുക്തങ്ങളെന്നും മൂലകങ്ങൾ എന്നൊക്കെ പറയും. നിങ്ങളത് ഇപ്പൊ 6th എത്തിയതേ ഉള്ളൂ, പക്ഷെ ഇത് നമുക്ക് സാധാരണ സ്കൂളിലൊക്കെ 7ലും 8ലൊക്കെയാണ് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് തോന്നുന്നു. നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ വൺസ് അഗെയിൻ ഞാൻ പറയാം. എലിമെന്റ്സ് എന്ന് പറഞ്ഞാല് ഒരേ രീതിയിലുള്ള ആറ്റം, ഞാൻ പറഞ്ഞ പോലെ അയണിനെ പൊടിച്ച് ഇരുമ്പിനെ പൊടിച്ച് ലാസ്റ്റ് നമുക്ക് ഇരുമ്പ് ആറ്റം മാത്രമാണ് കിട്ടുന്നത്. ലാസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്, ഏറ്റവും സ്മോളസ്റ്റ്. അതിൽ ഒള്ളി അയൺ ഈസ് ദർ, അയൺ മാത്രമേ ഉള്ളൂ. ഇനി ഓക്സിജനെ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ ഓക്സിജന്റെ ഏറ്റവും ഇതിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജനെ ചെറുതാക്കി കഴിഞ്ഞാൽ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഗോൾഡിനെ ചെറുതാക്കി കഴിഞ്ഞാൽ ഗോൾഡ് ആറ്റമാണ് കിട്ടുന്നത്. പക്ഷേ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ആറ്റംസ് ചേർന്നാണ് വാട്ടർ ആറ്റം ഉണ്ടാകുന്നത്, വാട്ടർ ആകുന്നത്. അത് ഹൈഡ്രജനും ഓക്സിജനും, 2 വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ജോയിൻഡ്. അപ്പം അതാണ് ഡിഫറൻസ്. എലിമെന്റ്സ് മീൻസ് only one type of atom, single item, ഒരേ തരത്തിലുള്ള ആറ്റംസ് ആണ്. ഇനി കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ളതാണ്. അതായത്
ഏതെങ്കിലും ഇവിടെ വാട്ടറിന്റെ കാര്യത്തിൽ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ഇനി നൈട്രജൻ ആൻഡ് ഓക്സിജൻ, നൈട്രോക്സൈഡ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ വലിയ ഇതിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പറഞ്ഞുതരാം. ഓക്കെ. ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ കോമ്പൗണ്ട് ഇസ് എ മോളിക്യൂൾ. Take page number 36. Page number 36 എടുത്തിട്ട് അതിനകത്ത് ഫസ്റ്റ് ടേബിൾ നോക്കിയേ 4.3. ജസ്റ്റസേ ഒന്ന് ബുക്കേ നോക്കിക്കേ. പേജ് നമ്പർ 36-ലെ ഫസ്റ്റ് ടേബിള്. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത്, വാട്ടറിന്റെ ആറ്റം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റവും രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും കൂടെ ചേർന്നാണ്. അതായത് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഓക്സിജൻ ആറ്റം കൂടെ ചേരുമ്പോഴാണ് വാട്ടർ ആവുന്നത്. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഈസ് കോമൺ സോൾട്ട്. നമ്മുടെ ഉപ്പില്ലേ, ഉപ്പിന്റെ ഒരു ആറ്റം, ഉപ്പ് പൊടിച്ച് ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന ആറ്റം അതില് സോഡിയവും ക്ലോറിനും കൂടെ ചേരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ഷുഗർ, കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നെക്സ്റ്റ് സാൻഡ്, സിലിക്കോൺ, ഓക്സിജൻ. സാൻഡ് മീൻസ് വാട്ട്? മണല്. നമ്മുടെ മണല് എന്ന് പറയുന്നത് പൊടിച്ച് ലാസ്റ്റ് അതിന്റെ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സിലിക്കോണും ഓക്സിജനും കൂടെ. നെക്സ്റ്റ് യൂറിയ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഇത്രയും ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു യൂറിയയുടെ ആറ്റം ഉണ്ടാകുന്നത്. യൂറിയ നമ്മൾ പൊടിച്ചെടുത്ത് ലാസ്റ്റ് ആറ്റം, അതിന്റെ ഒരു ആറ്റം എടുത്താൽ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. നെക്സ്റ്റ് വാഷിംഗ് സോഡ, സോഡിയം, കാർബൺ, ഓക്സിജൻ. ഇങ്ങനെ കുറേ വസ്തുക്കള് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ചേർന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നിൽ കൂടുതൽ ആറ്റംസ് ചേർന്നിട്ടുള്ളതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആ ഒരു തരം മാത്രമേ ഉണ്ടാകുള്ളൂ. നമ്മൾ പറഞ്ഞ അയൺ പൊടിച്ച് ലാസ്റ്റ് നമുക്ക് അയണിന്റെ മാത്രമായിട്ടുള്ള ഒരു ആറ്റമാണ് കിട്ടുന്നത്, അയൺ ആറ്റമാണ് കിട്ടുന്നത്. പക്ഷെ ഈ പറഞ്ഞ വാട്ടർ, കോമൺ സോൾട്ട്, ഷുഗർ, സാൻഡ്, യൂറിയ, വാഷിംഗ് സോഡ ഇതിലൊക്കെ ഒന്നിൽ കൂടുതൽ വേറെ തരത്തിലുള്ള ആറ്റംസ് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ. എലിമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി there are about 118 different elements. 118, ഒന്നും രണ്ടും ഒന്നുമല്ല, 118 എലിമെന്റ്സ് ഉണ്ട്. 92 of these occur naturally on the earth and the others have been made by scientists in laboratories. Okay, ഈ 118 എലിമെന്റ്സില് 92 elements are naturally occurred on the earth. സാധാരണ നമ്മുടെ പ്രകൃതിയിൽ കാണുന്നത് തന്നെയാണ്. And the rest, ബാക്കി എത്രയുണ്ട്? 92 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മുടെ ലാബോറട്ടറിയിലെ സയന്റിസ്റ്റുകളും ഉണ്ടാക്കുന്നതാണ്. സയന്റിസ്റ്റ് മേക്ക് ഇൻ ദ ലാബോറട്ടറീസ്. സം കോമൺ എലിമെന്റ്സ് ആർ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, സിങ്ക്, ഹീലിയം, സോഡിയം, സിലിക്കോൺ, സിൽവർ, കാർബൺ, ഗോൾഡ്, സൾഫർ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, നൈട്രജൻ, അലുമിനിയം ആൻഡ് മെർക്കുറി. ഇതൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എലിമെന്റ്സുകളാണ് ഇതൊക്കെ. അതായത് അതിന്റെ മാത്രം മാറ്റങ്ങളാണ് അതിനകത്തുള്ളൂ, വേറെ ഒന്നിന്റെ ആറ്റം അതിനകത്ത് വരുന്നില്ല. ഏതൊക്കെയാണ്? ഹു വിൽ റീഡ്? ജുവാന പ്ലീസ്, ക്യാൻ യു റീഡ്? ജുവാന, സം കോമൺ എലിമെന്റ്സ്. പ്ലീസ് റീഡ്. ജുവാന, ക്യാൻ യു റീഡ്? അൺമ്യൂട്ട് ഇപ്പൊ കേൾക്കുന്നില്ലോടാ? മോള് വായിക്കുന്നില്ലേ? സൗണ്ട് ഇല്ല. ഓക്കെ മോളെ, എനിക്ക് തോന്നുന്നത് മോളുടെ സൗണ്ടിന് എന്തോ പ്രശ്നം വന്നു. ജസ്റ്റസ് പ്ലീസ്, ക്യാൻ യു റീഡ്? Some common elements. Some common elements are hydrogen, oxygen, chlorine, zinc, helium, sodium, silicon, silver, carbon, gold, sulfur, magnesium,
phosphorus, nitrogen, aluminum, and mercury. Okay. Think of atoms like the letters of the alphabet. We group different letters to make words. English how many letters are there? 26 alphabets are there. These 26 alphabets ഉപയോഗിച്ച് നമ്മൾ many English words we form. Isn't it? നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കാറുണ്ട്. സിംഗിൾ ഒറ്റ അക്ഷരം ഉള്ള വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ എന്നുള്ളത് ഒറ്റ അക്ഷരമേ ഉള്ളൂ അല്ലേ? അതുപോലെ 1, 2, 3 അങ്ങനെ കുറേ അക്ഷരങ്ങൾ ഉപയോഗിച്ചും വാക്കുകൾ ഉണ്ടാക്കുക. the same way, think of the atoms like the letters of the alphabet. We group different letters to make words. പല അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. Then thousands of words can be made from just 26 letters. ഈ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ മുഴുവൻ we make with these 26 letters only. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ? Okay. In the same way, atoms join together to make molecules. Millions of different kinds of molecules can be made from these 180 different kinds of atoms. ഈ 118 എലിമെന്റ്സ് ഉപയോഗിച്ച് we can make millions of molecules. നമുക്ക് ഒരുപാട് മോളിക്യൂൾസ് തന്മാത്രകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. That is why we see millions of compounds all around us. അപ്പൊ നമ്മുടെ ചുറ്റും നമുക്ക് ഈ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് 2 വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസ് ചേർന്നിട്ടാണ് നമ്മൾ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത് അല്ലേ? സോ ഈ 118 എലിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മില്യൺസ് compounds we create. എന്ന് പറഞ്ഞാൽ with 26 alphabets we make thousands of words or lakhs of words. ഇംഗ്ലീഷ് ഡിക്ഷണറി നിങ്ങൾ തുറന്നു നോക്കിയാലോ എത്ര വാക്കുകളുണ്ട് അല്ലേ? ഒരു വലിയ ഡിക്ഷണറി നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ഇത് തന്നെയുണ്ട് ഒരുപാട് വാക്കുകൾ. അപ്പം വലിയൊരു ഡിക്ഷണറി വാങ്ങിച്ച എത്ര വാക്കുകൾ നമുക്കറിയാം. കുറച്ച് ഫ്യൂ വേർഡ്സും അതിന്റെ മീനിങ് ഒക്കെ നമുക്കറിയത്തുള്ളൂ. അല്ലാതെ എന്തുമാത്രം വേർഡ്സ് ഉണ്ട് അല്ലേ? ആ വേർഡ്സിന്റെ ഒക്കെ ഈ 26 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. അതുപോലെ 118 elements are there. With this 118 elements, there is a millions of molecules. We can make millions of molecules, and so we can see so many elements. ഒരുപാട് എലിമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം, കാരണം നമ്മുടെ ടൈം തീരാൻ പോവുകയാണ്. അതുകൊണ്ടാണ്. That is why we see millions of compounds all around us. Sugar, chalk, vinegar, salt and water are all compounds. നമ്മുടെ ചുറ്റും കാണുന്ന പിന്നെ വെള്ളം, അതുപോലെ ഷുഗർ, പഞ്ചസാര, ഇതൊക്കെ ഒരു ആറ്റം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, ഒരേ തരത്തിലുള്ളതല്ല, പലതരത്തിലുള്ള മോളിക്യൂൾസ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. Their molecules are different from each other. This difference in the molecules is a reason why salt is salty and sugar is sweet. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഉണ്ടാക്കുന്ന ഇത്തരം നമ്മുടെ വീട്ടിൽ ഷുഗർ ഉണ്ട്, സോൾട്ട് ഉണ്ട്. നിങ്ങൾ പഞ്ചസാര എടുത്ത് വായിലിട്ടാൽ നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? അതിനാ if you eat sugar, how will your expression? മധുരായിട്ട് നിന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചോദിച്ചേ. How your expression will be? പറയാൻ പറ്റൂലേ? പഞ്ചസാര വായിലിട്ട് കഴിഞ്ഞാൽ നീ എങ്ങനെ ഇരിക്കും നിന്റെ ഫേസ്? പറയാൻ പറ്റുന്നില്ല, അപ്പുറമായിരിക്കും മിസ്സേ. പിന്നെ പഞ്ചസാര കഴിക്കുമ്പോ ഒരു എന്തോ സുഖം കിട്ടും. അപ്പൊ നിന്റെ മുഖത്ത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഇരിക്കുവോ? സന്തോഷം തോന്നും. അയ്യോ, അതൊന്ന് കാണിക്കാനാ കുഞ്ഞേ പറഞ്ഞത്. സന്തോഷം. സങ്കടം വരുമ്പോ പഞ്ചസാര ഇട്ട് വായിലിട്ടാ മതി മിസ്സേ, അപ്പൊ നല്ല സന്തോഷം. Okay. Anyway, നിങ്ങളുടെ ഇപ്പം if you put sugar in your mouth, your face looks happy and you like it, isn't it? But if you eat thinking that it is sugar, you have taken a bit of salt and you put it in your mouth, how your expression will be? Adira? പഞ്ചസാരയിട്ട് പോലെ ആയിരിക്കും, സെയിം എക്സ്പ്രഷൻ ആയിരിക്കും നിങ്ങൾക്ക്? Okay. If you put sugar in your mouth, you like that taste. But if you like salty, but if it is more, you cannot tolerate it, isn't it? So എന്തുകൊണ്ടാണ് ഷുഗറിൻ്റെതായിട്ടുള്ള ടേസ്റ്റും സ്വീറ്റ്നെസ്സും സോൾട്ടിന് സോൾട്ടി ആയിട്ടുള്ള ടേസ്റ്റും വരുന്നത്? ബിക്കോസ് ദി എലിമെന്റ്സ്
which different types of elements are used to make such things, or different kinds of molecules are used, different elements are used to make a salt and sugar. അതിന് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഷുഗറിനും സോൾട്ടിനും അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന എലിമെന്റ്സ്